ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു തക്കാളി കറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി 3 ടൊമാറ്റോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത്, സവാള ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് കടുക് പൊട്ടിക്കാൻ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ആദ്യം ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമേ. ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ സവാളയും ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഈ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാമേ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാമേ. ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സവാളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാമേ. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയെ, കാശ്മീരി ചില്ലിയെ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പൊടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇതിൻ്റെ ഈ റോ ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാമേ. ഈ ടൊമാറ്റോ ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാമേ. ടൊമാറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാമേ. ഒന്ന് വേവിച്ചെടുക്കാമേ. തേങ്ങ ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാമേ. കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാണ്. പെരിഞ്ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകമല്ല. ആവശ്യത്തിലുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാമേ. തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാമേ. ഇത് വെന്തിട്ടില്ല കേട്ടോ, ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാമേ. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ. ഈ തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ചൂടാക്കി എടുക്കുകയാകാവൂ, പിന്നെ തിളപ്പിക്കരുത്. തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാമേ. ഞാൻ ഈ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചൂടുവെള്ളമാണ് ഇതിൽ ചേർക്കാൻ. പച്ചവെള്ളം എടുക്കരുത്, ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാമേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില, ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലിട്ട് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ ബൗളിലേക്ക് മാറ്റുവാണ്. നല്ല ടേസ്റ്റാണ് ഈ തക്കാളി കറി.
അപ്പം നമ്മുടെ ടൊമാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്